ബോയ്ക്കോട്ട് മാലദ്വീപ്സ് കുറച്ച് ദിവസങ്ങളായി ട്വിറ്ററിലും അതുപോലെ തന്നെ എക്സ് തുടങ്ങിയ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലെല്ലാം നിരന്തരം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകങ്ങളാണിത്. लक्षद्वीप की सुंदरता को शब्दों में समेटना बहुत मुश्किल है. जो लोग दुनिया के अलग अलग देशों के द्वीपों को देखने जाना चाहते हैं, वहां के समंदर से अभिभूत है, उनसे मेरा आग्रह है कि वो पहले लक्षद्वीप आकर जरूर देखें. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിക്കുകയും അവിടെ സ്നോർക്കലിംഗ് നടക്കുകയും അതിൻ്റെ ഫോട്ടോകളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഏകദേശം 1500 കോടിയുടെ നിക്ഷേപത്തിനെ കുറിച്ചും പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് മാലിയിലെ മന്ത്രിമാർ ചേർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ ഒരു ലക്ഷദ്വീപ് സന്ദർശനം മാലിദ്വീപിനെ ചൊടിപ്പിച്ചത്? എന്തായിരിക്കും അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ? എന്തുകൊണ്ട് ലക്ഷദ്വീപിൽ ഒരു വികസനം വരുന്നത് മാലിദ്വീപിന് തിരിച്ചടിയാകുന്നു? നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. ഞാൻ വിവേക്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ വളരെ നല്ലൊരു നയതന്ത്ര ബന്ധമാണ് തുടർന്നു വരുന്നത്. 1988 ഓപ്പറേഷൻ കാക്ടസിലൂടെ ഇന്ത്യൻ ആർമഡ് ഫോഴ്സിനെ മാലിയിൽ സഹായത്തിനു വേണ്ടി എത്തിച്ചതാണ് ഇതിൽ എടുത്തു പറയാൻ പറ്റുന്നത്. പിന്നീട് 2014 കുടിവെള്ളത്തിന് വേണ്ടി മാലി കഷ്ടപ്പെട്ടപ്പോഴും സഹായിക്കാനായി ഇന്ത്യ ഒപ്പമുണ്ടായിരുന്നു. പിന്നീട് 2019 കോവിഡ് എന്നൊരു മഹാമാരി ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയപ്പോഴും മാലിദ്വീപിന്റെ സഹായത്തിനായി ഇന്ത്യ എത്തിയെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ഈ ഒരു വലിയ പ്രശ്നത്തിന് തുടക്കം എന്ന് പറയുന്നത് അടുത്തിടെ മാലദ്വീപിൽ നടന്ന ഇലക്ഷൻ തന്നെയായിരുന്നു. ഈ ഇലക്ഷനോടുകൂടി അവിടുത്തെ പ്രസിഡന്റായി സ്ഥാനമേറ്റ മുഹമ്മദ് മുയ്സു, സാധാരണ രീതിയിൽ മാലിയിൽ ഒരു പ്രസിഡന്റ് അധികാരമേറ്റാൽ ആദ്യം സന്ദർശിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. മുഹമ്മദ് മുയ്സു ആദ്യമായി സന്ദർശിച്ചത് ടർക്കിയും രണ്ടാമതായി സന്ദർശിച്ചത് ചൈനയുമായിരുന്നു. ഇന്ത്യയിലേക്ക് വരാനായി അദ്ദേഹം കൂട്ടാക്കിയില്ല എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിന്റെ ഇലക്ഷൻ പ്രചരണം എടുത്താലും ഇത്തരത്തിൽ ഇന്ത്യക്കെതിരായുള്ള പ്രചരണങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രചരണത്തിലെല്ലാം മുഴങ്ങി നിന്നത് ഇന്ത്യ ഔട്ട് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ തന്നെയായിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മുൻപുള്ള വർഷങ്ങളിൽ ഇന്ത്യ മാലിദ്വീപിനെ സഹായിച്ചത് തെറ്റായി വ്യാഖ്യാനിച്ചായിരുന്നു. ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന രാജ്യമെന്ന നിലയിൽ ഇന്ത്യയും മാലിയും തമ്മിൽ നിരവധിയായിട്ടുള്ള ഉടമ്പടികൾ നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ ചില സൈനിക സഹായങ്ങളും ഇന്ത്യ മാലിദ്വീപിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. 2009 കുറച്ച് ഹെലികോപ്റ്ററുകളും അതുപോലെ തന്നെ ചില എയർക്രാഫ്റ്റുകളും ഇന്ത്യ മാലിദ്വീപിന് സൗജന്യമായി നൽകി. ഇവയുടെ മെയിൻ്റനൻസ് എല്ലാം നോക്കുന്നത് ഇന്ത്യൻ സോൾജിയേഴ്സ് ആണ്. അതോടൊപ്പം തന്നെ 2021 മാലിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു റഡാർ സംവിധാനവും നൽകുകയുണ്ടായി. 30 വർഷത്തെ അതിൻ്റെ പ്രവർത്തനത്തിനായുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതും ഇന്ത്യ തന്നെയാണ്. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നും ഏകദേശം 75 മുതൽ 80 സോൾജിയേഴ്സ് വരെ മാലിദ്വീപിൽ ഉണ്ട് എന്നതാണ് കണക്ക്. ഈ ഒരു ഇന്ത്യയിൽ നിന്നുള്ള സഹായത്തെയാണ് തെറ്റായി വ്യാഖ്യാനിച്ച് മാലിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പ്രചരണ കാലത്ത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നത് എന്ന് വേണം പറയാനായിട്ട്. മാലിദ്വീപ്സ് എന്ന് പറയുന്നത് ഏകദേശം 1200 ഐലൻഡുകൾ അടങ്ങിയ ഒരു പ്രദേശം തന്നെയാണ്. ഏകദേശം 90,000 സ്ക്വയർ കിലോമീറ്റർ എന്ന് തന്നെ പറയാനായി സാധിക്കും. ഇതിൽ തന്നെ ഏകദേശം 99% കടലിനടിയിലാണുള്ളത് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ മാലിദ്വീപിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ടൂറിസമാണ്. മാലിയുടെ GDP-യിലേക്ക് ഏകദേശം 40% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ടൂറിസം തന്നെ എന്ന് കൃത്യമായി പറയാനായി സാധിക്കും. ഈ ഒരു വലിയ ടൂറിസം കോൺട്രിബ്യൂഷൻ്റെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 16% മുതൽ 25% വരെ ഇതിൽ വരുന്ന ടൂറിസ്റ്റുകൾ എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ്. അതായത് 4/1 ഇന്ത്യക്കാരാണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപ് എന്ന് പറയുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇന്ത്യയിൽ തന്നെ ഉദയം ചെയ്തു കഴിഞ്ഞാൽ അത് മാലിയുടെ വരുമാന സ്രോതസ്സിനെ ബാധിക്കും എന്നുള്ളത് തീർച്ച തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രിയിലേക്ക് എത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കൂടാതെ ഇതിൽ നിന്നും മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ചൈന എന്ന എതിരാളിയെ നമുക്കറിയാം. ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്നത് വളരെയധികം സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രദേശം തന്നെയാണ്. അതിൽ തന്നെ ഇന്ത്യയും മാലദ്വീപ്സും എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് എന്ന് വേണം പറയാനായിട്ട്. അതായത് ചൈനയുടെ കൃത്യമായ ചരക്ക് നീക്കത്തിന് മാലിദ്വീപോ ഇന്ത്യയോ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടാൽ കൃത്യമായി തടയാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.
അതുകൊണ്ട് തന്നെ മാലിദ്വീപിൽ ചൈനയുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ഒരു തന്ത്രം തന്നെയാണ്. ഇതേ തന്ത്രം തന്നെയാണ് ശ്രീലങ്കയിലും മ്യാൻമറിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ചൈന പരീക്ഷിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാനായി സാധിക്കും. അതിനൊരു വലിയ ഉദാഹരണം തന്നെയാണ് 2018 മാലിദ്വീപ്സിൽ ജനങ്ങൾക്കായി തുറന്നുകൊടുത്ത ചൈന മാലദ്വീപ് ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ്. ഏകദേശം $200 മില്യൺ പണി കഴിപ്പിച്ചിരുന്ന ഒരു പാലത്തിന് ഫണ്ട് ചെയ്തിരിക്കുന്നത് ചൈന തന്നെയാണ്. ഇത്തരം വലിയൊരു കടം താങ്ങാൻ പറ്റാത്ത മാലദ്വീപ്സിനെ ഇത് കുറച്ചു കാലം കഴിയുമ്പോൾ വലിയൊരു ഡെപ്റ്റ് ട്രാപ്പിലേക്കായിരിക്കും കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ശ്രീലങ്ക എന്തവസ്ഥയായിരുന്നു അതിലേക്ക് മാലദ്വീപ്സും എത്തും എന്നുള്ളത് സംശയിക്കാതെ തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ്, മാലിദ്വീപ്സ് ചൈനയുമായി അടുത്തപ്പോൾ അതിന് എതിരിടാനാണോ ഇന്ത്യ ലക്ഷദ്വീപ് എന്ന് പറയുന്ന ആശയവുമായി രംഗത്തെത്തിയത്? പക്ഷേ 2018 മുതൽ തന്നെ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങി. 2018 നീതി ആയോഗിന്റെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു, ഇന്ത്യയിലെ ഐലൻഡുകളെ സസ്റ്റൈനബിളായി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അതിന്റെ ഭാഗമാണ് ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും എല്ലാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു സന്ദർശനത്തോടു കൂടിയും അതിനെ തുടർന്നുണ്ടായ ചിത്രങ്ങളും വീഡിയോകളും തുടർന്നുണ്ടായ ആക്ഷേപങ്ങളും യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇത്രയും കാലം ആരും ശരിയായ രീതിയിൽ ശ്രദ്ധിക്കാതെ കിടന്ന ലക്ഷദ്വീപ് എന്ന് പറയുന്ന മനോഹരമായൊരു പ്രദേശത്തെ തന്നെയാണ്. കേരളത്തിൽ നിന്നും ഏകദേശം 360 കിലോമീറ്റർ മാത്രം ദൂരം, ഏകദേശം 36 ഐലൻഡുകൾ, അതിൽ തന്നെ 10 ഐലൻഡുകളിൽ മാത്രമേ ആൾതാമസമുള്ളൂ. അതിൽ തന്നെ 95% ഫോറസ്റ്റ് ആണ് എന്ന് വേണം പറയാൻ. മൊത്തം ജനസംഖ്യ എന്ന് പറയുന്നത് 64,000. കടലുകളാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു പ്രദേശം. ഏകദേശം 1994 മുതൽ തന്നെ ഇവിടം ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ തന്നെയായിരുന്നു. ഒരു നേവൽ ബേസും ഉണ്ട്. പക്ഷേ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ എന്നൊരു രീതിയിൽ മാലിദ്വീപിനെ പോലെ വലിയ രീതിയിലുള്ള പ്രചരണം ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മാലിദ്വീപിന്റെ ഈ ഒരു ആക്ഷേപത്തോടു കൂടി അതിന് നല്ല രീതിയിൽ പ്രചരണം ലഭിച്ചു, ആൾക്കാരിലേക്ക് എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏകദേശം 1150 കോടിയുടെ നിക്ഷേപമാണ് ഇവിടെ വരാൻ പോകുന്നത്. ഇതിൽ തന്നെ എയർപോർട്ട് എന്ന് പറയുന്ന ആശയം ഉണ്ട് എന്നുള്ളത് വിദേശ സഞ്ചാരികളെ ലക്ഷദ്വീപിലേക്ക് എത്തിക്കാൻ വളരെയധികം സഹായിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലക്ഷദ്വീപിന്റെ ജനസംഖ്യയിൽ ഏകദേശം 90% ട്രൈബൽസ് ആണ്. ഈ ട്രൈബൽസിന് ഒരു ബുദ്ധിമുട്ടും വരാതുള്ള രീതിയിൽ അവരെ ഒഴിവാക്കിയാണ് ഇത്തരം വികസനങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് കൃത്യമായി പറയാനായി സാധിക്കും. 2021 മാലദ്വീപിയൻ സ്റ്റൈൽ ഫ്ലോട്ടിംഗ് വില്ലകൾക്ക് ടെൻഡർ കൊടുത്തുകൊണ്ടാണ് മാലദ്വീപ് സ്റ്റൈലിലുള്ള ഇത്തരം ടൂറിസത്തിലേക്ക് ലക്ഷദ്വീപും കടക്കുന്നത്. ഏറ്റവും അടുത്ത വാർത്തകൾ അനുസരിച്ച് ആഡംബര ഹോട്ടലുകൾ ലക്ഷദ്വീപിലേക്ക് അടുത്തിടെ തന്നെ എത്തുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇത് ലക്ഷദ്വീപിന്റെ വളർച്ചയെ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയെന്ന് കൃത്യമായി പറയാനായി സാധിക്കും. ഇത്തരമൊരു പ്രശ്നം ലക്ഷദ്വീപിന്റെ വളർച്ചയിലേക്ക് കൊണ്ടെത്തിക്കുമെങ്കിലും മാലദ്വീപ്സിനെ ഇത് ദോഷകരമായി ബാധിക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അത് സാമ്പത്തികമായ മേഖലയിൽ മാത്രമല്ല, മറ്റു ചില മേഖലകളിൽ കൂടി ഇത് പ്രധാനമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിന് ഉദാഹരണം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര സംഘടനകളുടെ കണക്ക് പ്രകാരം ഏകദേശം 2050 ആഗോള താപനില കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് മാലദ്വീപിന്റെ ഏകദേശം 80% ഭാഗങ്ങളും കടലിനടിയിലേക്ക് മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ തടക്കാനായി നിരവധി നീക്കങ്ങളാണ് ലോകരാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം വഹിക്കുന്നത് ഇന്ത്യ എന്ന് കൃത്യമായി പറയാനായി സാധിക്കും. അതുപോലെ തന്നെ മറ്റ് ആപത്ഘട്ടങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാവുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എത്തിയിരുന്നത് ഇന്ത്യ ആയിരുന്നു. ഇത്തരം പിണക്കങ്ങൾ ചിലപ്പോൾ മറ്റു പ്രതിസന്ധിയിലേക്ക് മാലിയെ കൊണ്ടുചെന്നെത്തിച്ചേക്കാം. പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു ഓൾ.